നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച ആക്ഷൻ ക്യാമറ ഏതാണ് എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ബെസ്റ്റ് ടെക്കിലേക്ക് സ്വാഗതം. നല്ല ഒരു ആക്ഷൻ ക്യാമറ എന്ന് പറയുമ്പോൾ അത് വളരെ നല്ല പവർഫുൾ ആയിരിക്കണം, നല്ല ഇമേജ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം, കൂടാതെ വളരെ കോമ്പാക്റ്റ് ആയിരിക്കണം, അതായത് ചെറുതായിട്ടിരിക്കണം. ഇന്ന് നമ്മൾ രണ്ട് ക്യാമറകളാണ് പരിചയപ്പെടുന്നത്. ഒന്ന് ഏറ്റവും മികച്ച ആക്ഷൻ ക്യാമറ, രണ്ടാമതായിട്ട് ബെസ്റ്റ് ബഡ്ജറ്റ് ഓപ്ഷൻ, അതായത് കുറഞ്ഞ വിലക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്ന ആക്ഷൻ ക്യാമറ ഏതാണ് എന്നുള്ളതും നമ്മൾ നോക്കുന്നുണ്ട്. ഇന്ന് തിരഞ്ഞെടുപ്പിനായിട്ട് 5 മാനദണ്ഡങ്ങളാണ് പരിഗണിക്കുന്നത്. ഒന്ന്, ഇതിൻ്റെ ഇമേജ് ക്വാളിറ്റി, എത്രത്തോളം നല്ല ഇമേജ് ക്വാളിറ്റി ഇത് നൽകുന്നുണ്ട് എന്നുള്ളത്. രണ്ടാമതായിട്ട് വീഡിയോ സ്റ്റെബിലൈസേഷൻ, അതായത് നമ്മൾ ഷെയ്ക്കി ആയിട്ടൊക്കെ വീഡിയോ എടുക്കുന്നത് എത്രത്തോളം ക്യാമറ സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് ഇതിൻ്റെ വില, അതായത് ഏറ്റവും കുറഞ്ഞ വിലക്ക് നല്ല ക്യാമറ നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. നാലാമതായിട്ട് ഇതിൻ്റെ വാട്ടർ പ്രൂഫിങ്, അതായത് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക, മഴ നനയുക, ഇതിനൊക്കെ ഇത് എത്രത്തോളം പ്രതിരോധിക്കുന്നുണ്ട് എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട്. അഞ്ചാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി, അതായത് നല്ല സൗണ്ട് ക്വാളിറ്റി ഇത് നൽകുന്നുണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നുണ്ട്. ഏറ്റവും മികച്ച ആക്ഷൻ ക്യാമറയാണ് GoProയുടെ Hero 7 ബ്ലാക്ക്. ഇത് വളരെ മികച്ച വീഡിയോ ക്വാളിറ്റിയാണ് നൽകുന്നത്, അതായത് 4K ക്വാളിറ്റി വീഡിയോ ആണ് നൽകുന്നത്. സാധാരണ നമ്മുടെ 1080 HD ഇരട്ടി ക്വാളിറ്റിയുള്ള വീഡിയോകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൽ നല്ല വീഡിയോ സ്റ്റെബിലൈസേഷനും ലഭ്യമാണ്, അതായത് നമ്മൾ ഷെയ്ക്കി ആയിട്ട് എടുക്കുന്ന ഫൂട്ടേജുകളെ പോലും ഇത് ക്യാമറ നല്ല സ്മൂത്തായിട്ട് സ്റ്റെബിലൈസ് ആയിട്ട് നമുക്ക് നൽകും. പിന്നെ ഇതിൽ വാട്ടർ പ്രൂഫിംഗ് ഉണ്ട്. എടുത്തു പറയേണ്ട ഒരു സംഗതി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയാണ്, അതായത് 3 മൈക്കുകൾ ഇതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള എയറിൻ്റെ സൗണ്ട്, ഇങ്ങനെയുള്ള നോയ്സുകളൊക്കെ ഇത് വളരെ എഫക്റ്റീവായിട്ട് ക്യാൻസൽ ചെയ്യും. അതുപോലെ തന്നെ ലൈവ് സ്ട്രീമിങ്, പിന്നെ ക്യാമറയെ വോയിസ് കൺട്രോൾ, ഇങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിൽ ലഭ്യമാണ്. പിന്നെ GoPro ക്യാമറകളുടെ ഒരു പ്രധാന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GoProയുടെ ആക്സസറീസ് മുഴുവൻ നമുക്ക് ലഭിക്കുന്നുണ്ട്, അതായത് പലതരം മൗണ്ടുകൾ, അതുപോലെ പലതരം ട്രൈപോഡുകൾ, സ്റ്റെബിലൈസറുകൾ, ഇങ്ങനെയുള്ള പല ഐറ്റംസുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ GoProയുടെ ക്യാമറകൾ വാങ്ങുമ്പോൾ അങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി പറയാൻ പോകുന്ന ഓപ്ഷൻ ബഡ്ജറ്റ് ഓപ്ഷനാണ്, അതായത് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ എന്നെയൊക്കെ പോലെയുള്ള യൂസേഴ്സിന് അനുയോജ്യമായിട്ടുള്ള ഓപ്ഷൻ ഏതാണ് എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. അതാണ് GoPro Hero. ഇതിൽ Hero 7 ബ്ലാക്ക് പോലെ 4K ക്വാളിറ്റി വീഡിയോസ് അല്ലെങ്കിൽ ഇമേജ് സ്റ്റെബിലൈസേഷന് ഒന്നും ലഭ്യമല്ല. പക്ഷേ 1080p വളരെ നല്ല ക്വാളിറ്റി വീഡിയോകൾ തന്നെ നമുക്ക് ലഭ്യമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, നമ്മളെ പോലെയുള്ള ആൾക്കാരുടെ കയ്യിലൊന്നും 4K ഡിസ്പ്ലേ ഒന്നും ലഭ്യമായിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ടും ഈ ക്യാമറ തന്നെയാണ് അനുയോജ്യം. കാരണം നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇത് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴൊക്കെ വളരെ എളുപ്പമായിരിക്കും. അങ്ങനെയുള്ള സാധാരണ ഉള്ള യൂസേഴ്സിന് അല്ലെങ്കിൽ വ്ളോഗേഴ്സിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ക്യാമറയാണ് GoPro Hero. ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ വളരെ നല്ല യൂസർ ഫ്രണ്ട്ലിയാണ്, വാട്ടർ പ്രൂഫിംഗ് ഉണ്ട്. നമ്മൾ ലോ റിസൊല്യൂഷനിൽ എടുത്താൽ പോലും നല്ല ക്വാളിറ്റി ഫുട്ടേജ് തന്നെ ഈ ക്യാമറ നമുക്ക് നൽകുന്നുണ്ട്. ഒരു കുറവ് ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെബിലൈസേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ആക്ഷൻ ക്യാമറ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു ബൈക്ക് റൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വെക്കും, അല്ലെങ്കിൽ നമ്മളൊരു ജോഗിങ്, അതല്ലെങ്കിൽ ഒരു വ്ളോഗിങ്, ഈ സമയത്തൊക്കെ നമ്മളെപ്പോഴും ക്യാമറ കിടന്ന് കുലുങ്ങിക്കൊണ്ടായിരിക്കും. അപ്പോൾ സ്റ്റെബിലൈസേഷൻ ഇല്ലാത്തൊരു ക്യാമറ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഫൂട്ടേജിനെ അത് അഫക്റ്റ് ചെയ്യും, അതായത് അതിൻ്റെ ക്വാളിറ്റിയെ അത് അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഷെയ്ക്കിങ് അതിൽ ചെറുതായിട്ട് ഉണ്ടാവും. എന്നാലും വളരെ മൈന്യൂട്ടായിട്ട് അത്രയൊന്നും ഫൂട്ടേജ് ശ്രദ്ധിക്കാത്ത രീതിയിലുള്ള ഫൂട്ടേജുകളൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 2 ഓപ്ഷനുകളുടെ വില അറിയേണ്ടവർക്കായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതായത് ഇന്ത്യയിലുള്ളവരായാലും UAEയിലുള്ളവരായാലും സൗദിയിലുള്ളവരായാലും ഒക്കെ അവിടെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ വില അറിയാവുന്നതാണ്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറയാനുള്ളത്, ഓരോ ആഴ്ച പഠനം നടത്തിയതിന് ശേഷം മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യുന്നതാണ് ഈ ചാനലിൻ്റെ രീതി. അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള വീഡിയോകളിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തണം. അതിനടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോകളും നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബിൽ ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.